കാർ ക്ലിനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതുമയായ വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ്. അതായത് നമ്മളെ ഒമിനിയുടെ വർക്കെല്ലാം എല്ലാവരെയും കാണിച്ചു തന്നാണ്. എന്നാലും നമ്മളെ പെയിന്റിങ്ങിന്റെ പെയിന്റിങ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുകയുണ്ടായി. ഒരുപാട് പേരെ എൻക്വയറി ചെയ്തു, പെയിന്റിങ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ എൻക്വയറി ചെയ്തു. അന്നേരം നമ്മൾ ഇപ്പോൾ അടുത്ത കുറച്ച് നാളത്തേക്ക് വീഡിയോ കാണിക്കുന്നത് പെയിന്റിങ്ങിനെ പറ്റിയാണ്. പെയിന്റിങ് അങ്ങനെ ചെയ്യുക. ചിലരുടെ വിചാരം പെയിന്റിങ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്, പെട്ടെന്ന് പണി തീരുന്നതാണ്. നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ക്യാഷ് പറയുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. അന്നേരം ഇതിന് എത്രത്തോളം ബുദ്ധിമുട്ടുകളുണ്ട്, പെയിന്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എത്രത്തോളം ബുദ്ധിമുട്ടുകളുണ്ട്, ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, വില കുറഞ്ഞതും കുറയാത്ത രീതിയിലും എങ്ങനെ പെയിന്റ് ചെയ്യുക. അതായത് ചിലവർ പല രീതിയിലുള്ള പെയിന്റിംഗ് ഉണ്ട്. അന്നേരം ആ പെയിന്റിങ്ങുകളെ പറ്റി എങ്ങനെയാണ് ചെയ്യേണ്ടത്, കാര്യങ്ങളെ പറ്റിയും എത്ര വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും. കുറേ നാൾ നമ്മളിപ്പോൾ വണ്ടി വന്ന് പുതിയൊരു ഷോറൂമിൽ നിന്ന് എടുക്കുന്ന രീതിയിൽ പെയിന്റിങ് എങ്ങനെ മികച്ചതായി ചെയ്യാമെന്നൊക്കെയുള്ള ഒരു വീഡിയോ ആണ് ഉൾപ്പെടുത്തിയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അന്നേരം നമുക്ക് വരുന്ന ദിവസങ്ങളിലെല്ലാം ഈ വീഡിയോ കാണാം. നമ്മളിപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ തന്നെ ഒരു വണ്ടിയായ ഈ ഫോർച്യൂണറിൽ പെയിന്റ് ചെയ്യാനാണ്. അതായത് നമ്മളിപ്പോൾ എടുത്തിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ, പക്ഷേ പെയിന്റിന് കുറേ ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്നേരം നമ്മൾ ഇത് കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ്. അന്നേരം കളറ് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും, ഏത് കളറാണ്. അതായത് നമ്മൾ എല്ലാ ഫോർച്യൂണറിലും ഉള്ള പോലെ തന്നെ ഒരു വെറൈറ്റി കളർ അടിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ സെയിം ഇപ്പോൾ പോളിഷൊക്കെ ചെയ്ത് ഇട്ടുകൊണ്ട് പോളിഷിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഫുൾ വർക്ക് തീർന്നിട്ടില്ല. ആ വൈറ്റും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്, കുറച്ച് കാണാനും കളറിലും വ്യത്യാസമുണ്ട്. ഈ വൈറ്റ് തന്നെ പല ഷെയ്ഡ് വരുന്നുണ്ട്. അന്നേരം വൈറ്റ് കണ്ട് മടുത്തുകൊണ്ട് തന്നെ വൈറ്റ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ബ്ലാക്ക് നമ്മൾ ചെറിയ കല്യാണ പാർട്ടിക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ബ്ലാക്കും ഉദ്ദേശിക്കുന്നില്ല. ബാക്കി ഏത് കളറിലും ഒരു വെറൈറ്റി ആയിട്ടുള്ള കളറ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒമിനിയുടെ കളർ ഒരുപാട് പേർക്ക് ആദ്യം ഇഷ്ടമില്ലെങ്കിലും പക്ഷെ വണ്ടി കാണുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വെറൈറ്റി ആയിട്ട് കളർ ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അന്നേരം ഇനിയുള്ള വീഡിയോസ് നമ്മൾ ഇപ്പോൾ ഈ വർക്കിലാണ്. ഈ വണ്ടി ഇപ്പോൾ ഒരുപാട് ഡാമേജ് കാര്യങ്ങളൊക്കെ നമ്മളെപ്പോലുള്ളവർ നോക്കുമ്പോൾ ഉണ്ട്. അന്നേരം അതൊക്കെ പരിഹരിച്ച് നല്ല വൃത്തിക്ക് എങ്ങനെയാണ് പെയിന്റ് അടിക്കാമെന്നും പെയിന്റിങ്ങിന്റെ പ്രൊസീജിയർ, പെയിന്റിങ്ങിന്റെ വർക്ക് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്നും നമുക്ക് നമ്മുടെ ഈ വീഡിയോ വഴി അടുത്ത ദിവസങ്ങളിൽ കാണാൻ പറ്റും. പെയിന്റിങ്ങിന്റെ ഓരോരോ വർക്ക് എങ്ങനെയാണ് പെയിന്റ് ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് കാണിക്കാം. എന്നാലും നമ്മളിപ്പോൾ ഈ 2 ആഴ്ച ഇപ്പോൾ കുറേ വർക്ക് തിരക്കായിരുന്നു. പെയിന്റിങ്ങിന്റെ ഫുൾ പെയിന്റിന്റെ തിരക്ക്. നമുക്ക് മെയിനായിട്ട് ഫുള്ളാണ് വർക്ക് കൂടുതൽ വരുന്നത്. ടച്ചപ്പ് കാര്യങ്ങളൊക്കെ കുറവാണ് വരുന്നത്. പക്ഷേ ഒരിക്കലും വർക്ക്ഷോപ്പിൽ ടച്ചപ്പ് കാര്യങ്ങൾ വരുന്നതാണ് ഏറ്റവും ലാഭകരമായത്. ഫുൾ പെയിന്റ് എന്ന് പറഞ്ഞാൽ വളരെ നഷ്ടമുള്ളതാണ്. കാര്യം വളരെ നഷ്ടമുള്ളതെന്ന് അങ്ങനെയല്ല പറയുന്നത്. അതായത് നമുക്ക് മറ്റേന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൈസ കിട്ടും, ടച്ചപ്പ് ചെയ്താൽ മെയിൻ്റെനൻസ് ചെയ്ത് പോകാൻ പറ്റും. ഇത് ഒരുപാട് ഡിലേ ആയിക്കഴിഞ്ഞ് നമുക്ക് പതുക്കെ വണ്ടി കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ വരും. അതുപോലെ പോയി പെയിൻറ്റിങ് കഴിഞ്ഞാൽ റബ്ബിങ്, പോളിഷ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് കുറച്ച് ദിവസങ്ങൾ വേണ്ടി വരും. അന്നേരം അതുകൊണ്ട് തന്നെ ഇന്നൊരു പെയിൻറ്റിങ്ങിന് എത്രത്തോളം ബുദ്ധിമുട്ടുകളുണ്ട്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ സാധാരണ ഒരു ചെയ്യേണ്ട വർക്ക്ഷോപ്പിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളെ കാണിച്ചു തരാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അന്നേരം നമ്മളിപ്പോൾ ചെയ്തിറങ്ങിയ ഇപ്പോൾ വണ്ടികളൊക്കെ ഫോട്ടോസും വീഡിയോസും കുറച്ചെടുത്ത് വെച്ച് ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ ഇറങ്ങിയ വണ്ടിയുടെ വർക്കെല്ലാം ഞാൻ ഇതിന് താഴെ ഈ പറയുന്ന ടൈമിൽ കാണിച്ചു തരാം.
എന്നാലും നമുക്ക് ഈ വണ്ടി, അതായത് ഈ വണ്ടി എൻ്റെ തന്നെ വണ്ടി ഇപ്പോൾ പെയിൻറ്റ് ചെയ്യുന്ന വീഡിയോയെ പറ്റിയാണ് അടുത്ത ദിവസങ്ങളിൽ വരുന്നത്. അന്നേരം ഇതിൻ്റെ ഓരോ പ്രൊസീജിയറും കാര്യങ്ങളും എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളതും എത്രത്തോളം വൃത്തികരമായി ചെയ്യാമെന്നുള്ള വീഡിയോസാണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ കളർ ചേഞ്ച് ചെയ്യുമ്പോൾ കളർ ചേഞ്ച് ചെയ്ത ശേഷം RTO കാട്ടുന്ന പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇല്ലെങ്കിൽ വണ്ടിക്ക് ബുദ്ധിമുട്ടുകൾ പലതും വരാം. എന്നാലും നമ്മൾ പെയിന്റിംഗ് വർക്ക് കഴിഞ്ഞിട്ട് RTO പെർമിഷന് കാര്യങ്ങളൊക്കെ എടുക്കുന്നതുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ പെയിന്റ് ചെയ്യുമ്പോൾ നമ്മൾ പെയിന്റിങ്ങിൽ മാറ്റം വരുത്തുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിൻ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഈ കളർ തന്നെ, ഈ ഉള്ള കളർ തന്നെ അടിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ എളുപ്പമാണ് വണ്ടികൾക്ക്. കാര്യം എന്ന് പറഞ്ഞാൽ ഡോർ പാഡ് കാര്യങ്ങളൊന്നും അഴിക്കേണ്ടി വരില്ല. പക്ഷെ ഒരു കളർ ചേഞ്ച് ആകുമ്പോൾ ഇപ്പോൾ ഇന്നോവയാണ് നമുക്ക് കൂടുതൽ വർക്കിന് വരുന്നത്, ന്യൂ ഷേപ്പ് ആക്കി ടൈപ്പ് 4 ചെയ്യുന്നതാണ് കൂടുതൽ വർക്ക് വരുന്നത്. അന്നേരം ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡോർ പാഡ് തൊട്ട് സർവ്വ സാധനങ്ങളും അഴിച്ചാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഉള്ളിലെ സീറ്റ് വരെ നമ്മൾ അഴിച്ചു മാറ്റേണ്ടി വരും. എല്ലാ കാര്യങ്ങളും അഴിച്ച് വൃത്തിയോടെ ചെയ്താൽ മാത്രമേ കളർ ചേഞ്ച് വിജയകരമാക്കി തീർക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ നിറഞ്ഞതാണ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടിയാണ്. അന്നേരം നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് തുടങ്ങാം. ഓൾറെഡി 2 നമുക്ക് ഫുൾ വർക്കിന് വേണ്ടി ഉണ്ട്. അതായത് 1 ഇപ്പോൾ വരുന്നേ ഉള്ളൂ. 1 നമ്മുടെ തന്നെ സബ്സ്ക്രൈബറായ അനീഷ്, നമ്മുടെ നാട്ടുകാരൻ തന്നെയായ വണ്ടി വെച്ചിട്ടുണ്ട്. പുള്ളിയുടെ എൻജിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം 800 അതും ബോഡി ഷേപ്പൊക്കെ അത്യാവശ്യമുള്ള വണ്ടിയാണ്, പക്ഷെ കളർ ചേഞ്ച് ചെയ്യുന്നതാണ്. എന്നാലും നമുക്ക് ഇതിന് ശേഷം നമുക്ക് ആ വണ്ടിയിലോട്ടും അതിൻ്റെ സസ്പെൻഷൻ പണിയിലോട്ടൊക്കെ പോകാം. അന്നേരം അതിൻ്റെ ഒരു ഇടയ്ക്ക് ആ എൻജിൻ വരുന്ന ടൈമിൽ നമ്മൾ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നതാണ് ഇത്. ഇപ്പോൾ കുറച്ച് വർക്ക് ഡൗൺ മീൻസ് വർക്കുകൾ കണ്ടമാനം ഉള്ളത് കെട്ടിക്കിടന്നത് കുറേ തീർത്ത ശേഷം ഉള്ളതാണ്. അന്നേരം ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന വർക്കാണ്. അന്നേരം എത്രയും പെട്ടെന്ന് നമ്മൾ ബാക്കി വർക്കിലോട്ട് വരും. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, ഇഷ്ടപ്പെട്ട വർക്കിനെ പറ്റി, ഈ വണ്ടികളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വണ്ടികളോട് ഭയങ്കര ഇഷ്ടമുള്ള പോലെ തന്നെ അതിൻ്റെ വർക്കിനെ പറ്റി ഇഷ്ടമാണ്. അന്നേരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വർക്കുകൾ, ഇപ്പം മെക്കാനിക്കൽ ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ആയിക്കോട്ടെ, എന്തൊക്കെയാണെന്നും നമ്മൾ പിന്നെ സമയക്കുറവുകൊണ്ട് മാത്രമാണ് മെക്കാനിക്കൽ വർക്കൊന്നും കാണിക്കാത്തത്. നമുക്ക് എല്ലാ ദിവസവും വർക്ക് വരുന്നത് നമുക്ക് കാണിച്ചാൽ മാത്രം മതി. പക്ഷെ നമുക്ക് അതിൻ്റെ സൗകര്യം ഇപ്പം പുതിയ ഷോപ്പിലോട്ട് ഇത് മൊത്തത്തിൽ മാറാത്തത് കൊണ്ട് നമുക്ക് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ അതെല്ലാം കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ ക്ലിയർ ആയിട്ട് വരണം. ഇത് 2012 ഫോർച്യൂണറാണ്. ആഗ്രഹം കൊണ്ട്, ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് ആഗ്രഹം കൊണ്ട് മേടിച്ച വണ്ടിയാണ്. കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഫോർച്യൂണർ. എല്ലാവർക്കും ഇന്നോവയുള്ളവരുടെ എല്ലാവരും ഒരു ആഗ്രഹം, സ്വപ്ന വണ്ടി തന്നെയാണ്. മനുഷ്യരെ ആഗ്രഹം തീരുന്നില്ല വണ്ടിയിൽ. അന്നേരം ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലും പുതിയ മോഡലാണ് നോക്കുന്നത്. ഇതിൽ പക്ഷെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറെ പ്രത്യേകതയുണ്ട്. എംഇയുടെ ഇതിൽ അവൻ പറഞ്ഞിട്ടുണ്ട് ഈ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ എംഇയുടെ ബ്ലോഗില്. അന്നേരം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഫോർച്യൂണറിന് പറയുന്ന സൺപ്രൂഫ് കാര്യങ്ങൾ വരുന്നില്ല. ഇതിൽ അതേ കാര്യങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട്. അത് തന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ്. പിന്നെ ബാക്കിയെല്ലാം പോലെ സാധാ എംഇയുടെ ഷോപ്പിൽ നിന്ന് കഴിഞ്ഞ ദിവസം ചെയ്ത സെറ്റ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട് വണ്ടിക്ക്. അന്നേരം അതെല്ലാം നമുക്ക് ഈ വർക്കിന് തീർന്ന ശേഷം ഒരു അടിപൊളി റിവ്യൂ ചെയ്യാം. നമ്മൾ സെക്കൻഡ് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു പുതിയ ഷോറൂമിൽ നിന്ന് എടുക്കുന്ന ഫിനിഷിങ് കാര്യങ്ങൾ വണ്ടിയിലില്ല. ചെറിയ പോരായ്മകളുണ്ട്, പെയിന്റിങ് നല്ലോണം പോരായ്മകളുണ്ട്. അന്നേരം നമ്മളെല്ലാം പരിഹരിച്ചുകൊണ്ട് നല്ല ഒരു വൃത്തിക്ക് പെയിന്റ് അടിച്ചെടുക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കാര്യം പോരായ്മകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് പെയിന്റ് അടിക്കുന്നത്. വെച്ചാൽ ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ ഞാനിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടില്ല പെയിന്റ് കളർ ചേഞ്ച് ചെയ്യുവാണെങ്കിൽ. പക്ഷെ എൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ഏത് വണ്ടി എടുത്താലും ഒന്ന് ചേഞ്ച് ആക്കിയാലേ എനിക്കൊരു സമാധാനം വരുള്ളൂ, ഏത് വണ്ടി എടുത്താലും. അന്നേരം അത് മാത്രമല്ല, ഇതിൽ കുറച്ച് ഡാമേജ് കാര്യങ്ങളുണ്ട്. വണ്ടി നല്ലതാണ്, അതുകൊണ്ട് തന്നെ കളർ മാറ്റാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഫോർച്യൂണറിൽ എനിക്ക് തോന്നുന്നു കളറ് ഓവർ ചേഞ്ച് ആക്കിയ, വെറൈറ്റി കളർ ചേഞ്ച് ആക്കിയ വണ്ടികളില്ല. അതുകൊണ്ട് തന്നെ വെറൈറ്റി അങ്ങനെയുള്ളതാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം. അന്നേരം ഒരു വെറൈറ്റി ആയിട്ടുള്ള കളർ, എല്ലാവരും ഇഷ്ടപ്പെടുന്ന കളറ് എല്ലാവരും പറയും വൈറ്റ് തന്നെ നല്ലതെന്ന്. ആ വണ്ടി നോക്കിയാൽ, നമ്മുടെ റഷീദിക്കാട് വണ്ടി നോക്കിയാൽ തന്നെ വൈറ്റ് തന്നെയാണ് നല്ലത്. ഞാൻ തന്നെ നേരത്തെ യൂസ് ചെയ്ത വണ്ടിയാണ് അത് കണ്ടിട്ട് അതിൽ ഉള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മൾ ഈ വണ്ടി ഇറക്കിയത്. അന്നേരം പക്ഷെ ആ വൈറ്റ് നമുക്ക് ഒരേപോലെയുള്ള വണ്ടി ആയതുകൊണ്ട് കളർ ചേഞ്ച് ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് എന്തായാലും കളർ ചേഞ്ച് ചെയ്യേണ്ട എന്നുള്ള അഭിപ്രായം വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അത് പറഞ്ഞത്. അന്നേരം നമുക്ക് ഇഷ്ടപ്പെട്ട ഇതിന് ചേരുന്ന കളർ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അന്നേരം എല്ലാവരും പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ, പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് ചെയ്യുന്നതിനെ പറ്റി നോക്കിയിരിക്കുക. അതായത് നമ്മൾ പെട്ടെന്ന് ഒരു 2 ദിവസമോ 1 ദിവസമോ ഇടപെട്ട് തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അന്നേരം എല്ലാവരും മുടങ്ങാതെ ചാനൽ കാണുക. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ മോന് ഒരു യൂട്യൂബ് ചാനലുണ്ട്.
അത് ദുബായിലെ വെറൈറ്റി വീഡിയോസൊക്കെയാണ്. അന്നേരം അതും എല്ലാവരും ഒന്ന് കാണുക. ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ അടിയിൽ കൊടുത്തിരിക്കാം. അന്നേരം അവനെയും കൂടി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം.